വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ അവാസ്തവമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രതീക്ഷിച്ച ചെലവുകളും വരാനിരിക്കുന്ന ചെലവുകളും അടക്കമാണ് കേന്ദ്രത്തിന് മെമ്മോറാണ്ടം നൽകുന്നത്. ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപിച്ചു. എന്നാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി കണക്കാക്കിയ തുകയും ചിലവഴിച്ച തുകയും എന്ന് കോടതി രേഖയിൽ പറയുന്നതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, ഈ കേന്ദ്രത്തിന് അധിക സഹായം തേടി സമർപ്പിച്ച നിവേദനത്തിലെ വിവരങ്ങളാണ് ഈ ഹൈക്കോടതിയിലും സമർപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ആ ഒരു വിവാദം ഇല്ലെങ്കിൽ ഈ കണക്കുകളിലെ സംശയം മാറുന്നുണ്ടോ? എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം വിഷയത്തിൽ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആ അവ്യക്തത മാറേണ്ടതാണ് ധന്യ. കാരണം ഇത് കേന്ദ്ര സർക്കാരിന് നേരത്തെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിനൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ രേഖ കൂടി എത്തിക്കുകയാണ്. ആ കണക്ക് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ചെലവാക്കിയ തുകയുടെ കണക്കല്ല എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. ഇത് NDRF എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് SDRF എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പരമാവധി തുക എത്രയാണോ ആ തുക കോട്ട് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുക എന്നുള്ള രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇതേ രീതിയിലുള്ള നടപടികൾ പിന്തുടർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഇങ്ങനെ ഒരു നിവേദനം നൽകിയിരിക്കുന്നത്. അതായത് അത് ചിലവാക്കിയ തുകയല്ല, അത് ചിലവാക്കാൻ ഒരു 90 ദിവസം നീണ്ടു നിന്ന് ചിലവാക്കാൻ എത്ര രൂപയാകും എന്നതിന്റെ ഒരു എസ്റ്റിമേറ്റ് കണക്കാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. മാധ്യമങ്ങൾ നിലവിൽ പ്രചരിപ്പിക്കുന്നത് അവാസ്തവമായ കാര്യമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന ചെലവുകളും അടക്കമാണ് മെമ്മോറാണ്ടം നൽകിയിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ ചില സംശയങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മന്ത്രിമാർ ആരെങ്കിലും വിശദീകരിക്കേണ്ടതാണ്. ഒന്ന് എസ്റ്റിമേറ്റഡ് കണക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് തന്നെ ആക്ച്വൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ചേരുന്നുണ്ട്. ആക്ച്വൽസ് എന്ന് പറയുമ്പോൾ ചിലവാക്കിയ തുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് എന്നും ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അത് വന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാർ തന്നെ വിശദീകരിക്കാനാണ് സാധ്യത തന്നെ. ശരി സൈഫ്.